ചർച്ച ചെയ്യാൻ ഒരു വിഷയമാണ് സോഷ്യൽ മീഡിയയ്ക്ക് ആവശ്യം. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ട്രോളന്മാർക്ക് ഒരു വിഷയം കിട്ടിയാൽ മാത്രം മതി. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും സോഷ്യൽ മീഡിയ എന്ന് മാറ്റിയെഴുതേണ്ട കാലം വന്നിരിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ കണ്ണും പൂട്ടിയുള്ള ആക്രമണത്തിനിരയായ ഒത്തിരി താരങ്ങൾ മലയാള സിനിമയിലുണ്ട്. പിന്നീട് വിമർശിച്ചവർക്ക് തന്നെ താരങ്ങളെ പ്രശംസിക്കേണ്ടിയും വന്നു. പൃഥ്വിരാജ്, സന്തോഷ് പണ്ഡിറ്റ്, രഞ്ജിനി ഹരിദാസ്, റിമി ടോമി തുടങ്ങിയവരെല്ലാം നിരന്തരം സോഷ്യൽ മീഡിയയുടെ ഇരയായി. മഞ്ജു വാര്യരുമായുള്ള വിവാഹമോചനം മുതൽ കാവ്യമാധവനെ കെട്ടിയതുവരെ ദിലീപിനെ വിമർശിച്ചവർ ഇപ്പോൾ പൂമാലയുമായാണ് വരുന്നത്. മഞ്ജുവുമായുള്ള വിവാഹമോചനത്തിൽ തുടക്കത്തിലൊക്കെ സോഷ്യൽ മീഡിയ ദിലീപിനെ പിന്തുണച്ചിരുന്നു. അപ്പോൾ ഇര മഞ്ജു വാര്യരായിരുന്നു. ഭർത്താവിനെയും മകളെയും ഉപേക്ഷിച്ച് സിനിമയിലെത്തിയ മഞ്ജുവിനെ പലരും വിമർശിച്ചു. എന്നാൽ അതേസമയം മഞ്ജുവിനെ പോലൊരു നടിയെ അടുക്കളയിൽ തളച്ചിട്ടതിന് ദിലീപിനെ വിമർശിക്കാത്തവരുമില്ല. പിന്നെ തുടർച്ചയായി ദിലീപിനെ സോഷ്യൽ മീഡിയ വിവാഹം കഴിപ്പിച്ചു. ഓരോ സിനിമ റിലീസ് ചെയ്യുമ്പോഴും ദിലീപ് കാവ്യയെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു. ഇത് കേട്ട് ഗുരുവായൂരിൽ കാവ്യ ദിലീപ് വിവാഹത്തിന് സദ്യ ഉണ്ണാൻ പോയവർ വരെയുണ്ട് എന്നാണ് കേട്ടത്. എല്ലാ ഗോസിപ്പുകൾക്കും അവസാനം കുറിച്ചുകൊണ്ട് ദിലീപ് കാവ്യമാധവനെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചതും തുടങ്ങി ദിലീപിനെതിരെ ക്രൂരമായ ആക്രമണം. മഞ്ജുവുമായുള്ള വിവാഹമോചനത്തിന് കാരണം കാവ്യ തന്നെയായിരുന്നു എന്ന തരത്തിലായി കാര്യങ്ങൾ. എന്നാൽ ഒന്നിനെയും ദിലീപ് കാര്യമാക്കിയെടുത്തില്ല. ദിലീപ് മഞ്ജു വാര്യർ വിവാഹമോചനത്തിലും ദിലീപ് കാവ്യമാധവൻ വിവാഹത്തിലും സോഷ്യൽ മീഡിയയ്ക്കും ഒരു വലിയ പങ്കുണ്ട്. ദിലീപും മഞ്ജുവും വിവാഹമോചനത്തിന്റെ തീരുമാനം എടുക്കുന്നതിന് 1-2 വർഷങ്ങൾക്ക് മുൻപേ ഇവരെ സോഷ്യൽ മീഡിയ വേർപെടുത്തിയിരുന്നു. പലപ്പോഴും ഈ വാർത്ത മഞ്ജുവിനോടും ദിലീപിനോടും അടുത്ത വൃത്തങ്ങൾ നിഷേധിച്ചെങ്കിലും കിംവദന്തികൾ പരന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവർ വിവാഹമോചിതരായി. അതേ സംഭവമാണ് കാവ്യ ദിലീപ് വിവാഹത്തിലും സംഭവിച്ചത്. പലതവണ സോഷ്യൽ മീഡിയ ഇരുവരെയും വിവാഹം കഴിപ്പിച്ചതിന് ശേഷമാണ് ദിലീപിന് യഥാർത്ഥത്തിൽ കാവ്യയുടെ കഴുത്തിൽ മിന്നു ചാർത്തേണ്ടി വന്നത്. ദിലീപിന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളെ ഔദ്യോഗിക പ്രശ്നങ്ങളുമായി കൂട്ടിക്കുഴയ്ക്കാനുള്ള ശ്രമങ്ങളും സോഷ്യൽ മീഡിയയിൽ നടന്നു. ദിലീപിന്റെ കോമഡികൾ വെറും ചളിയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിമർശനങ്ങൾ. എന്നാൽ ഇതേ ചളി കേട്ട് ചിരിക്കുന്നവരാണ് വിമർശിക്കുന്നത് എന്നായിരുന്നു അതിലെ ഏറ്റവും വലിയ കൗതുകം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ സൂപ്പർ താരമാണ് ദിലീപ്. മഞ്ജുവുമായുള്ള വിവാഹമോചനവും കാവ്യയെ വിവാഹം കഴിച്ചപ്പോഴുള്ള കുറ്റപ്പെടുത്തലുകളും സിനിമകളുടെ പരാജയവുമെല്ലാം സോഷ്യൽ മീഡിയ മറന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ മലയാള സിനിമയെ രക്ഷിച്ച രക്ഷകനാണ് ഇപ്പോൾ ദിലീപ്. ദിലീപിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ട്രോളുകൾ തട്ടിമുട്ടി നടക്കാൻ വയ്യാതെയായി. ഇതാദ്യമായല്ല ദിലീപ് പ്രതിസന്ധി ഘട്ടത്തിൽ മലയാള സിനിമയെ രക്ഷിക്കുന്നത്. വരണ്ടുണിയ മലയാള സിനിമയ്ക്ക് വലിയ ആശ്വാസമായിരുന്നു ലാൽജോസ് ദിലീപ് കൂട്ടുകെട്ടിൽ പിറന്ന മീശ മാധവൻ. താരസംഘടനയായ അമ്മയ്ക്ക് വേണ്ടി 2020 എന്ന ചിത്രം നിർമ്മിച്ചതും ദിലീപാണ്. കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗോസിപ്പ് ബസാർ.